തൃശൂർ നഗരത്തിൽ ആംബുലൻസിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വഴിയൊരുക്കിയതിൻ്റെ വീഡിയോ നവമാധ്യമങ്ങളിൽ നേരത്തെ വൈറലായിരുന്നു. രോഗിയുമായി പോയ ആംബുലൻസിന് പെട്ടെന്ന് വഴിയൊരുക്കിയതായിരുന്നു കൈയടിക്ക് കാരണം. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ആംബുലൻസിൽ രോഗിയില്ലായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ആംബുലൻസ് ഡ്രൈവറുടെ തട്ടിപ്പ് പുറത്തായത്. ആംബുലൻസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, ആംബുലൻസിന് വഴിയൊരുക്കി നൽകിയ ആ വാർത്ത അത് വലിയ നിലയിൽ ജനങ്ങൾ സ്വീകരിച്ചതാണ്. പക്ഷേ വിശദമായ അന്വേഷണത്തിലാണ് ആംബുലൻസിൽ രോഗിയില്ലായിരുന്നു എന്നുള്ള വിവരം കണ്ടെത്തിയത്. എങ്ങനെയാണ് ഈ വിവരം പുറത്തു വരുന്നത്? കൂടുതൽ വിവരങ്ങൾ. ഈ ഗതാഗതക്കുരുക്കിനിടയിൽ പെട്ടുപോയ ആംബുലൻസ്, സൈറൻ ഇട്ട് വരുന്ന ആംബുലൻസിനെ വഴിയൊരുക്കുന്ന, അതായത് വനിതാ ASI, തൃശ്ശൂരിലെ ASI ആയിട്ടുള്ള അപർണ വഴിയൊരുക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായിരുന്നു. ഇതിനു മുമ്പും അപർണ സമാന നിലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മുൻപ് ചെയ്തിട്ടുള്ള ആളാണ്. അത്രയ്ക്കും ഒരു സ്വീകാര്യയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. തലമുടി പോലും ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്തുകൊണ്ട് വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ അപർണ. ഈ അപർണയാണ്, ASI ആയിട്ടുള്ള അപർണയാണ് ഈ ആംബുലൻസിന് വഴിയൊരുക്കിക്കൊണ്ട് ഓടുന്നു. അതിന് പിന്നാലെ ആംബുലൻസ് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇതെല്ലാം വാർത്തയൊക്കെ ചെയ്തതുമാണ് ഇതിനു മുമ്പ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ആദ്യഘട്ടത്തിൽ വലിയ സാമൂഹ്യ പ്രവർത്തനമായി കാണുന്നത് കൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് അധികം ശ്രദ്ധിച്ചിരുന്നില്ല. തുടർന്ന് ഇതിനകത്ത് ചില അസ്വാഭാവികതകൾ കണ്ട്, അതായത് ഈ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവറുടെ ഒരു കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ ഫോണിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ പരിശോധന നടത്തിയതിൽ നിന്നാണ് ഈ ആംബുലൻസിൽ രോഗിയില്ല എന്നുള്ള നിലയിലേക്ക് ചില വിവരങ്ങൾ, ഈ ആംബുലൻസുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് തന്നെ ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ശാസ്ത്രീയമായിട്ട് നടത്തിയ ഒരു അന്വേഷണം മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ MBI PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. ഈ ആംബുലൻസ് അന്നേ ദിവസം എവിടേക്കാണ് പോയത് അടക്കമുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചു. ഏതൊക്കെ രോഗികളെ ഏതൊക്കെ ആശുപത്രികളിലേക്കാണ് എത്തിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചതിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇത് തട്ടിപ്പായിരുന്നു, ഡ്രൈവറുടെ ഒരു സമയം പോക്കിന് വേണ്ടി ചെയ്ത പരിപാടിയാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരികയും തുടർന്ന് ഡ്രൈവറെയും അതേപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഉടമയെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള വിവരം, അല്ലെങ്കിൽ ഡ്രൈവർ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ വ്യാജമായിട്ടുള്ള സംഭവമാണ് എന്ന് തെളിയിക്കുകയായിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ആംബുലൻസ് അടക്കം മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിനോദ്, അതെ, ആംബുലൻസ് ദുരുപയോഗം ചെയ്യുന്ന സംഭവം വീണ്ടും വെളിപ്പെടുകയാണ്. റോഡുകളിൽ ഗതാഗത കുരുക്കിൽപ്പെടുന്ന ആംബുലൻസിന് വേണ്ടി എല്ലാവരും വഴിയൊരുക്കി നൽകാറുണ്ട്. പക്ഷേ അത്തരത്തിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസുകളിൽ രോഗികളുണ്ടോ എന്നുള്ള പരിശോധന അത് ഏത് ഘട്ടത്തിൽ നടത്തുമെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലൊരു വനിതാ പോലീസ് ഓഫീസർ വഴിയൊരുക്കി നൽകിയ ആംബുലൻസിൽ രോഗിയില്ലായിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ്.